ഹായ് മക്കളെ, ബഹാദുദ്ദീൻ സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഡിപ്രീസിയേഷൻ എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ തേയ്മാനം എന്ന് പറയും. അതായത് തേഞ്ഞു പോവുക. എന്ത് തേഞ്ഞു പോവാം? ഫിക്സഡ് അസറ്റ് തേഞ്ഞു പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ സിമ്പിൾ ആക്കി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. നോക്കിക്കോ, ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു യൂസ്, പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സലസൻസ്. ക്ലിയർ അല്ലേ? അതായത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുകയാണ്. എന്തുകൊണ്ട്? ഡ്യൂ ടു യൂസ്, പാസേജ് ഓഫ് ടൈം, ഒബ്സലസൻസ്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഒരു അസറ്റിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വാങ്ങി? ഒരു 50,000 രൂപ കൊടുത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു? ആ ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ആ ഒരു ലാപ്ടോപ്പിന് 50,000 രൂപ വാല്യൂ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. റൈറ്റ്? എന്തുകൊണ്ടാണ്? നമ്മളത് ഉപയോഗിച്ചില്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? അതിന്റെ വാല്യൂ കുറയും. സത്യമല്ലേ? ഇങ്ങനെ വാല്യൂ കുറയുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദി കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ? ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഡിപ്രീസിയേഷൻ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു യൂസ്. ഓക്കെ, സെക്കൻഡ് വൺ ഒബ്സലസൻസ് ആണ്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ പാസേജ് ഓഫ് ടൈം ആണ്. ഈ 3 കാരണങ്ങളാണ് കോസസ് ഓഫ് ഡിപ്രീസിയേഷനായി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കോൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ സൈലത്തിന്റെ യുവ ബാച്ച് പർച്ചേസ് ചെയ്തേക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദ ബെസ്റ്റ്.